വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ചിൽ വെച്ച് രമേശ് നാരായണൻ സാർക്ക് ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് അവാർഡ് ലഭിക്കുന്ന സമയത്ത് ആസിഫ് അലിയെ രമേശ് സാറ് അപമാനിക്കുകയുണ്ടായി. അത് പിന്നീട് ആസിഫിൻ്റെ പ്രേക്ഷകരും അതുപോലെ അഭിനയ രംഗത്തുള്ള ഉന്നതരും മറ്റുമൊക്കെ അതിൻ്റെ വീഡിയോ കണ്ടപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അതിനെതിരെ ശക്തമായി എതിർപ്പ് രേഖപ്പെടുത്തി. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവയുടെ ലിങ്കാണ് ഇവിടെ നിങ്ങളിപ്പോൾ ഐ ബട്ടണിൽ കാണുന്നത്. അതിൽ പ്രസ് ചെയ്ത് ആ വീഡിയോകൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം വരുന്ന തംബ്നെയിലിൽ പ്രസ് ചെയ്തും ആ വീഡിയോകൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ തനിക്കെതിരെ ഉണ്ടായപ്പോൾ രമേശ് നാരായണൻ സാറ് ആസിഫ് അലിയെ കോൺടാക്റ്റ് ചെയ്യുകയും അദ്ദേഹത്തോട് ക്ഷമാപണം നടത്തുകയും അതേപോലെ തനിക്ക് ഈ ഒരു പ്രശ്നത്തിൽ വലിയ വിഷമമുണ്ട് എന്നുള്ളത് അറിയിക്കുകയും ചെയ്തു. അപ്പോൾ രമേശ് സാറ് ഇങ്ങനെ ആസിഫിനോട് പറഞ്ഞപ്പോൾ ആസിഫിനും അത് വലിയ വിഷമമുണ്ടാക്കുകയും അദ്ദേഹം ഒരു പ്രസ് മീറ്റ് നടത്തി എല്ലാവരോടും രമേശ് സാറിനെ കുറിച്ച് ഇങ്ങനത്തെ ഓരോ വിവാദങ്ങൾ പറയരുത് എന്ന് അഭ്യർത്ഥിക്കുകയും ഉണ്ടായി. അപ്പോൾ ആസിഫ് അലി പ്രസ് മീറ്റിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളുടെ വീഡിയോയിലെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. എനിക്ക് സപ്പോർട്ട് തന്നുകൊണ്ട് ഓൺലൈനിലും ന്യൂസ് ചാനൽസിലും എല്ലാം നിങ്ങളെല്ലാവരും സംസാരിക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തിനെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നത് പോലെ അല്ലെങ്കിൽ നടക്കുന്നത് ഞാൻ വിറ്റ്നസ് ചെയ്തു. അതിന് ഒരവസരം ഉണ്ടാക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ മീഡിയ ആയിട്ട് ഒരു ഇൻട്രാക്ഷൻ ഇങ്ങനെ ചെയ്യുന്നത്. അത് ആ മൊമെന്റിൽ അദ്ദേഹത്തിന് തോന്നിയത്, ഒന്ന് അദ്ദേഹത്തിനെ സ്റ്റേജിലേക്ക് വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് തെറ്റി വിളിക്കുകയും അദ്ദേഹത്തിന് വിളിക്കാൻ മറന്നു, വിളിക്കാനായിട്ട് ബാക്ക് സ്റ്റേജിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ പേര് മാറ്റി വിളിക്കുന്ന ഒരു അവസരം ഉണ്ടായി. അപ്പോൾ എല്ലാ മനുഷ്യരും ഉണ്ടാവുന്ന ഒരു ചെറിയ ടെൻഷൻ അദ്ദേഹത്തിന് ഫീൽ. അപ്പോൾ ആസിഫിന് ഇത്ര വലിയൊരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടും രമേശ് സാറിനെ കുറിച്ച് ആസിഫ് രമേശ് സാറിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ആ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഞാൻ മൊമെൻ്റോ കൊടുക്കുന്ന സമയത്തും അദ്ദേഹത്തിന് കാലിനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സ്റ്റേജിലേക്ക് കയറാൻ പറ്റാതിരിക്കുന്നു. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു മൊമെന്റിൽ ചിലപ്പം നമ്മളെല്ലാ മനുഷ്യന്മാരും റിയാക്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് അദ്ദേഹം ചെയ്തത്. എനിക്ക് അതിൻ്റെ അകത്ത് 100% ഒരു രീതിയിലുള്ള വിഷമമോ പരിഭവമോ ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ആ അവസരത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും രീതിയിലുള്ളൊരു പിരിമുറുക്കത്തിലായിരിക്കണം. അതല്ലാതെ എനിക്ക് അതിൻ്റെ അകത്ത് ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടില്ല. എൻ്റെ റിയാക്ഷനിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനത് കൊടുത്ത് അദ്ദേഹം ജയരാജ് സാറിനെ വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു. കാര്യം എനിക്ക് അവിടെ ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു. പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല. അപ്പോൾ ആ നിമിഷത്തിൽ രമേശ് നാരായണൻ സാർക്ക് അവിടെ ഉണ്ടായ മാനസിക പിരിമുറുക്കങ്ങൾ കാരണമാകാം അദ്ദേഹം ഇങ്ങനെ പ്രവർത്തിച്ചത് എന്നും അതേപോലെ ആ ഒരു പ്രവൃത്തിയിൽ തനിക്ക് യാതൊരു വിഷമവും ഉണ്ടായിട്ടില്ല എന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ ആസിഫ് അലി സംസാരിക്കുന്നത്. ഉച്ചയ്ക്കാണ്, എനിക്ക് നല്ല പനിയായിരുന്നു മിനിങ്ങാന്ന് മുതൽ. അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്കാണ് ഞാനിത് ഓൺലൈനിൽ ശ്രദ്ധിച്ചതും ഇതിന് എന്ത് മറുപടി പറയണം എന്നുള്ളത് ഒരു കൺഫ്യൂഷനിലുമായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. കാര്യം ഞാൻ പറയുന്ന ഒരു മറുപടി ഇത് വേറൊരു രീതിയിലേക്കോ അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്കോ ഒന്നും പോകാൻ പാടില്ല. കാര്യം ഇത് റിലീജിയസ് ആയ രീതിയിൽ വരെ ഇത് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ഒന്നുമില്ല. അതൊരു മൊമെന്റിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണത്. ഞാൻ ഇന്ന് രാവിലെയാണ് അദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിച്ചത്. അദ്ദേഹം സംസാരിക്കുമ്പോൾ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അതെനിക്ക് ഒരുപാട് വിഷമമുണ്ടായി. എന്നോട് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രായം വെച്ചോ സീനിയോറിറ്റി വെച്ചോ അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്ന ഒരു അവസ്ഥ വരെ കൊണ്ട് എത്തിച്ചു. അദ്ദേഹം എന്നോട് അങ്ങനെയാണ് സംസാരിച്ചത്. അപ്പോൾ അതിലൊക്കെ എനിക്ക് അപ്പോൾ ആസിഫിനെ രമേശ് സാർ വിളിച്ച സമയത്ത് തൊണ്ട ഇടറുന്ന ശബ്ദത്തിൽ സംസാരിക്കുകയും എന്നോട് ക്ഷമാപണം നടത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള പ്രായമുള്ള ഒരാൾ എന്നോട് ഇങ്ങനെ ക്ഷമ ചോദിക്കുന്ന ഘട്ടം വരെ ഈ ഒരു സോഷ്യൽ മീഡിയയിലുള്ള പ്രതികരണം മൂലം ഉണ്ടായി. അതെനിക്ക് വിഷമം ഉണ്ടാക്കി എന്നാണ് വളരെയധികം വിനയത്തോടെ ആസിഫ് അലി ഇവിടെ പറയുന്നത്. ഒരുപാട് വിഷമമുണ്ട്. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് സപ്പോർട്ട് തന്നതിൽ എനിക്ക് ഭയങ്കര ട്രെമൻഡസ് ആയ അല്ലെങ്കിൽ ഒരു ഒത്തിരി സന്തോഷവും അഭിമാനവും തോന്നിയൊരു ദിവസമായിരുന്നു ഇന്നലെ. എന്നെ ലോകത്തുള്ള എല്ലാ മലയാളികളും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ത്രൂവും ന്യൂസ് ചാനൽസ് ത്രൂവും അതിൻ്റെ ഡിസ്കഷൻസും എല്ലാം ഞാൻ കണ്ടു. അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ ആളുകൾ ഇത്രയും ഇഷ്ടപ്പെടുന്നു. കലയോളം തന്നെ കലാകാരനെ സ്നേഹിക്കുന്നവരാണ് മലയാളികളെന്ന് നമ്മൾ ഇന്നലെ തെളിയിച്ചു. ദൃശ്യങ്ങൾ കാണുമ്പോഴേ താങ്കളുടെ മുഖത്തേക്ക് നോക്കുന്നില്ല, താങ്കളെ തരാൻ പോകുമ്പോൾ അദ്ദേഹം ഒരു വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ വാങ്ങുന്നു. അങ്ങനെ എന്തോ ഒരു താല്പര്യക്കാർ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ വളരെ ക്ലിയർ ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അത്തരം വിമർശനം ഉയർന്നു വരുമ്പോൾ ആ തെറ്റ് പറയുമ്പോൾ കുറ്റം പറയാനും അറിയാം. അപ്പം നിങ്ങൾ തമ്മിൽ നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമോ അങ്ങനെ ഒരിക്കലുമില്ല. ഞാൻ
അദ്ദേഹത്തിനോട് എനിക്ക് അങ്ങനെ ഇതിനു മുന്നേ ഒരു രീതിയിലുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ തമ്മിലൊരു ക്ലോസ് ഇന്ററാക്ഷൻ വരെ ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല. അപ്പോൾ രമേശ് നാരായണൻ സാറുമായിട്ട് ആസിഫിന് ഇതിനു മുമ്പ് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല, അവർ തമ്മിൽ ക്ലോസ് ആയി ഇരുന്നിട്ടേ ഇല്ല എന്നാണ് ആസിഫ് ഇപ്പോൾ ഇവിടെ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ തനിക്ക് വേണ്ടി ഇത്രയധികം സപ്പോർട്ട് ഉണ്ടായതിൽ തനിക്ക് സന്തോഷമുണ്ടെങ്കിലും രമേശ് നാരായണൻ സാറിനെതിരായിട്ട് പ്രതികരിക്കേണ്ട എന്ന് തന്നെയാണ് ഈ വീഡിയോയിലുടനീളം ആസിഫ് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത്. പ്രിയമുള്ളവരെ, രമേശ് നാരായണൻ സാറിനെക്കാളും പ്രായത്തിലും അതേപോലെ എക്സ്പീരിയൻസിലും കുറവുള്ള വ്യക്തിയാണ് ആസിഫ്. അദ്ദേഹം ചെറുപ്പക്കാരനായി ഇരുന്നിട്ട് പോലും എങ്ങനെയാണ് മറ്റുള്ളവരെ ബഹുമാനിക്കേണ്ടതെന്നും മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും ഉത്തമ മാതൃകയാവുകയാണ് ഇപ്പോൾ ഇവിടെ ആസിഫ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രമേശ് നാരായണൻ സാർക്ക് വിഷമമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രതികരണം ഉണ്ടാകരുതെന്ന് ആസിഫ് അലി അഭ്യർത്ഥിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിനയത്തെ സൂചിപ്പിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പ്രായത്തിൽ കവിഞ്ഞ പക്വതയെ സൂചിപ്പിക്കുന്നു. അതുപോലെ മറ്റൊരാൾക്ക് പ്രശ്നമുണ്ടാകരുത്, താൻ കാരണം പ്രശ്നമുണ്ടാകരുത് എന്നുള്ള ഉത്തരവാദിത്വ ബോധത്തെ സൂചിപ്പിക്കുന്നു. പക്ഷെ ആസിഫിന് ഇങ്ങനെയൊക്കെ പ്രേക്ഷകരോട് റിക്വസ്റ്റ് ചെയ്യാമെങ്കിലും പ്രേക്ഷകർക്ക് ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കാനാവില്ല. മാത്രവുമല്ല, ആസിഫിനെതിരെ രമേശ് നാരായണൻ സാർ മാത്രമല്ല മറ്റാരാണെങ്കിലും ഇതുപോലത്തെ ഓരോ അവഗണനകൾ അവർ കാണിക്കാതിരിക്കുകയുള്ളൂ. ഇനി ആസിഫിനോടെന്നല്ല മറ്റാരോടും തന്നെ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായും അത് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് അവർക്ക് മനസ്സിലാകാനൊരു കാരണമാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രതികരിക്കേണ്ട കാര്യത്തിന് പ്രതികരിക്കുക തന്നെ വേണം, എങ്കിൽ മാത്രമേ ഇത്തരം സംഭവങ്ങളെ തടയാനാവുകയുള്ളൂ. അപ്പോൾ ആസിഫിനെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാനും ഇതിനെതിരെ പ്രതികരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.